ഈ ശുശ്രൂഷയുടെ ആരംഭം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു പുതിയ അധ്യയന വർഷത്തിൻ്റെ നന്മയിലേക്ക് ഞങ്ങളെ സ്വീകരിച്ച് കൊണ്ടുവന്നിരിക്കുന്ന പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ ഈ പുതിയ പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, വിദ്യാർത്ഥികൾക്ക് സ്കൂളുകൾ കടന്നുപോയി വിദ്യാഭ്യാസം ചെയ്യുന്നതിനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും മങ്ങലേൽക്കപ്പെട്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വെർച്വലായി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ പരിപോഷിപ്പിക്കുവാൻ അവിടുന്ന് നൽകുന്ന എല്ലാവിധമായ കൃപകൾക്കായും നന്മകൾക്കായും ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഇന്നു മുതൽ ആരംഭിക്കുന്ന പുതിയ അധ്യയന വർഷത്തെ എല്ലാവർക്കും അവിടുന്ന് അനുഗ്രഹിച്ച് വാഴ്ത്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ നന്മ അനുഭവിച്ചുകൊണ്ട് പ്രിയ മക്കൾക്ക് തങ്ങളുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ, അധ്യാപകർക്ക് അവരുടെ ശുശ്രൂഷകൾ നിർവഹിപ്പാൻ, രക്ഷകർത്താക്കൾക്ക് തങ്ങളുടെ മക്കളുടെ നല്ല ഭാവിക്കായിട്ട് പ്രവർത്തിപ്പാൻ അവിടുന്ന് ഒരുക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. ആലയത്തിൽ നിന്ന് ഓൺലൈൻ മാധ്യമത്തിലൂടെ ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ശുശ്രൂഷ അവിടുന്ന് സ്വീകരിക്കണമേ. ഇതിൽ ഭാഗവാക്കുകളാകുന്ന സകല മക്കൾക്കും അവിടുന്ന് നന്മകളും അനുഗ്രഹങ്ങളും നൽകി മാനിക്കണമേ എന്ന് യാചിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന ദയയോടെ കേട്ട് അനുഗ്രഹിക്കണം പ്രിയ പിതാവേ. ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനും ആരാധനയുടെ അനുഗ്രഹത്തിനുമായി ക്രിസ്തീയ ഗീതങ്ങളിൽ മൂന്നാമത്തെ ഗീതത്തിൻ്റെ 1, 4 ചരണങ്ങൾ നമുക്ക് ആലപിക്കാം. സകല സൃഷ്ടികർത്താ നമസ്കാരം. ധര കടൽ ജീവൻ വാനവും സൃഷ്ടിച്ച ദയപര പിതാവേ നമസ്കാരം. ധര കടൽ ജീവൻ വാനവും സൃഷ്ടിച്ച ദയപര പിതാവേ നമസ്കാരം. ത്രിത്തൊഴിലുള്ളോർ നമസ്കാരം. ത്രിയേകനാഥ നമസ്കാരം. കർത്താധികർത്ത കാരുണ്യക്കടലേ പ്രപഞ്ചത്തിൻ പിതാവേ നമസ്കാരം. കർത്താധികർത്ത കാരുണ്യക്കടലേ പ്രപഞ്ചത്തിൻ പിതാവേ നമസ്കാരം. എല്ലാവർക്കും ഇരിക്കാം. 111 സങ്കീർത്തനം വായിക്കുന്നത് ശ്രദ്ധിപ്പിൻ. സങ്കീർത്തനം 111. യഹോവയെ സ്തുതിക്കുവിൻ. ഞാൻ നേരുള്ളവരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. യഹോവയുടെ പ്രവൃത്തികൾ വലിയവയും അവയിൽ ഇഷ്ടമുള്ളവരൊക്കെയും ശോധന ചെയ്യേണ്ടവയും ആകുന്നു. അവൻ്റെ പ്രവൃത്തി മഹത്വവും തേജസ്സും ഉള്ളത്. അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അവൻ തൻ്റെ അത്ഭുതങ്ങൾക്ക് ഒരു ജ്ഞാപകം ഉണ്ടാക്കിയിരിക്കുന്നു. യഹോവ കൃപയും കരുണയും ഉള്ളവൻ തന്നെ. തൻ്റെ ഭക്തന്മാർക്ക് അവൻ ആഹാരം കൊടുക്കുന്നു. അവൻ തൻ്റെ നിയമത്തെ എന്നേക്കും ഓർക്കുന്നു. ജാതികളുടെ അവകാശം അവൻ സ്വജനത്തിന് കൊടുത്തതിൽ
തൻ്റെ പ്രവൃത്തികളുടെ ശക്തി അവർക്ക് പ്രസിദ്ധമാക്കിയിരിക്കുന്നു. അവൻ്റെ കൈകളുടെ പ്രവൃത്തികൾ സത്യവും ന്യായവും ആകുന്നു. അവൻ്റെ പ്രമാണങ്ങളെല്ലാം വിശ്വാസ്യം തന്നെ. അവ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. അവ വിശ്വസ്തയോടും നേരോടും കൂടെ അനുഷ്ഠിക്കപ്പെടുന്നു. അവൻ തൻ്റെ ജനത്തിന് വീണ്ടെടുപ്പ് അയച്ചു തൻ്റെ നിയമത്തെ എന്നേക്കുമായി കൽപ്പിച്ചിരിക്കുന്നു. അവൻ്റെ നാമം വിശുദ്ധവും ഭയങ്കരവും ആകുന്നു. യഹോവാ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. അവൻ്റെ സ്തുതി എന്നേക്കും നിലനിൽക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ, ആദിയെങ്കിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. തിരുവചനത്തിൽ നിന്നും ഒരു ഭാഗം വായിക്കുന്നത് ശ്രദ്ധിപ്പൻ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 3-ാം അധ്യായം 5 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 3-ാം അധ്യായം 5 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. ഗിബയോനിൽ വെച്ച് യഹോവ രാത്രിയിൽ ശലോമോന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചു കൊള്ളുക എന്ന് ദൈവം അരുളി ചെയ്തു. അതിന് ശലോമോൻ പറഞ്ഞത് എന്തെന്നാൽ, എൻ്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസൻ സത്യത്തോടും നീതിയോടും ഹൃദയ പരമാർത്ഥതയോടും കൂടെ അവിടുത്തെ മുൻപാകെ നടന്നതിന് ഒത്തവണ്ണം അങ്ങ് അവന് വലിയ കൃപ ചെയ്ത് ഈ വലിയ കൃപ അവനായി പാലിക്കുകയും ഇന്നുള്ളതുപോലെ അവൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ അവന് ഒരു മകനെ നൽകുകയും ചെയ്തിരിക്കുന്നു. എൻ്റെ ദൈവമായ യഹോവേ, നീ അടിയനെ ഇപ്പോൾ എൻ്റെ അപ്പനായ ദാവീദിന് പകരം രാജാവാക്കിയിരിക്കുന്നു. ഞാനോ ഒരു ബാലനത്രേ, കാര്യാദികൾ നടത്തുവാൻ എനിക്ക് അറിവില്ല. നീ തെരഞ്ഞെടുത്തതും പെരുപ്പം നിമിത്തം എണ്ണവും കണക്കുമില്ലാത്തതുമായി വലിയൊരു മഹാജാതിയായ നിന്റെ ജനത്തിൻ്റെ മധ്യേ അടിയൻ ഇരിക്കുന്നു. ആകയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ളൊരു ഹൃദയം എനിക്ക് തരണമേ. അതുകൂടാതെ നിന്റെ ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും? ശലോമോൻ ഈ കാര്യം ചോദിച്ചത് കർത്താവിന് പ്രസാദമായി. ദൈവം അവനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ ദീർഘായുസ്സോ സമ്പത്തോ ശത്രുസംഹാരമോ ഒന്നും അപേക്ഷിക്കാതെ ന്യായപാലനത്തിനുള്ള വിവേകം എന്ന ഈ കാര്യം മാത്രം അപേക്ഷിച്ചതുകൊണ്ട് ഞാൻ നിന്റെ അപേക്ഷ പ്രകാരം ചെയ്തിരിക്കുന്നു. ജ്ഞാനവും വിവേകമുള്ളൊരു ഹൃദയം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിനക്ക് സമനായവൻ നിനക്ക് മുമ്പ് ഉണ്ടായിട്ടില്ല, നിനക്ക് സമനായവൻ നിന്റെ ശേഷം ഉണ്ടാവുകയും ഇല്ല. ഇതിനു പുറമെ നീ അപേക്ഷിക്കാത്തതായ സമ്പത്തും മഹത്വവും കൂടെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിന്റെ ആയുഷ്കാലത്തൊക്കെയും രാജാക്കന്മാരിൽ ഒരുത്തനും നിനക്ക് സമനാവുകയില്ല. നിന്റെ അപ്പനായ ദാവീദ് നടന്നതുപോലെ നീ എൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിച്ച് എൻ്റെ വഴികളിൽ നടന്നാൽ ഞാൻ നിനക്ക് ദീർഘായുസ്സും തരും. ഈ തിരുവചനങ്ങൾ നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായി ഭവിക്കുമാറാകട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഒരു പുതിയ അധ്യയന വർഷത്തിൽ പ്രവേശിക്കുവാൻ പ്രാർത്ഥനയോടും ഒരുക്കത്തോടുമായിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷവും സ്കൂൾ വിദ്യാഭ്യാസം ഏറെക്കുറെ മന്ദീഭവിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലാണല്ലോ നാം ജീവിച്ചത്. ഈ പുതിയ അധ്യയന വർഷത്തിലും സാമൂഹികമായ സാഹചര്യങ്ങൾ വളരെ പ്രതികൂലമാണ്. അതിൻ്റെ പല വിധത്തിലുള്ള തിക്ത അനുഭവങ്ങൾ നാം പലരും അറിയുകയും അനുഭവിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവരാണ്. എങ്കിലും ഈ നാളുകളിൽ കേരള സർക്കാരിൻ്റെ പ്രത്യേകമായ ഇച്ഛാശക്തിയോടുകൂടിയുള്ള തീരുമാനവും പ്രവർത്തനവും ഇന്നു മുതൽ വെർച്വലായി പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകർന്നിരിക്കുകയാണ്.
ഈ പ്രവർത്തനങ്ങൾക്ക് നല്ല തീരുമാനവും നല്ല പ്രവർത്തനവും നേതൃത്വവും നൽകുന്ന കേരള ഗവൺമെന്റിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. പുതിയ ഒരു സമീപനത്തിലൂടെ വിദ്യാഭ്യാസത്തെ തുടരുന്ന എല്ലാ അധ്യാപകർക്കും അത് മികവോടുകൂടെ ചെയ്യുവാൻ ദൈവം കൃപ നൽകട്ടെ. അതിൽ ഭാഗമാക്കുകളാകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ദൈവം നല്ല കൃപ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. എല്ലാ വർഷവും വിദ്യാരംഭ ദിനത്തിൽ ചില സന്ദേശങ്ങൾ നാം കേൾക്കാറുണ്ട്. ഇന്നും എനിക്ക് നിങ്ങളോട് നാം കേട്ട് പരിചയിച്ച ചില വസ്തുതകൾ തന്നെയാണ് പറയുവാനുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് ദൈവാശ്രയമുള്ളവരായി നാം പഠിക്കുക എന്നുള്ളതാണ്. ദൈവാശ്രയം ഉള്ളവരായി നാം പഠിക്കുക. സങ്കീർത്തനം 111 വചനം ഇങ്ങനെ നമ്മോട് പറയുന്നു: യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. ദൈവ ആശ്രയമുള്ളവരായി, ദൈവ ഭക്തിയുള്ളവരായി നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ നാം ചെയ്യുക. നാം എല്ലാവരും അത് ശീലിക്കുന്നവരാണ്. എങ്ങനെയെന്ന് വെച്ചാൽ, എല്ലാ ദിവസവും നാം പഠിക്കുവാൻ ആരംഭിക്കുന്നതിന് മുൻപ് വേദപുസ്തകം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. അങ്ങനെ ദൈവ ആശ്രയത്തിൽ, ദൈവഭക്തിയിൽ നാം പഠനത്തെ നടത്തുന്നവരാണ്. പക്ഷേ ഒരു കുഞ്ഞു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. എത്ര ആളുകൾക്കാണ് ഓരോ ദിവസത്തെയും പഠനം കഴിയുമ്പോൾ ആ പഠനം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്? പലപ്പോഴും നമുക്കതിന് കഴിയാറില്ല. എന്നാൽ ഓരോ ദിവസത്തെയും നമ്മുടെ പഠനങ്ങൾ പ്രാർത്ഥനയോടുകൂടെ ആരംഭിക്കുകയും പ്രാർത്ഥനയോടുകൂടെ പൂർത്തീകരിക്കുകയും ചെയ്യുമ്പോൾ 2 പ്രാർത്ഥനകൾക്ക് ഇടയിലുള്ള ആ പഠനം നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി മാറ്റപ്പെടും. അതുകൊണ്ട് ഈ പുതിയ അധ്യയന വർഷത്തിൽ എനിക്ക് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുവാനായിട്ടുള്ളത്, നമ്മുടെ പഠനങ്ങൾ പ്രാർത്ഥനയിൽ ആരംഭിച്ച് പ്രാർത്ഥനയിൽ പൂർത്തീകരിക്കപ്പെടുന്ന പഠനങ്ങൾ ആകണം. പ്രാർത്ഥനയിൽ ആരംഭിച്ച് പ്രാർത്ഥനയിൽ പൂർത്തീകരിക്കപ്പെടുന്ന പഠനങ്ങൾ ഓരോ ദിവസവും നാം നിർവഹിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിന് വളരെ അനുഗ്രഹത്തിന്, നന്മയ്ക്ക് കാരണമായി തീരും. രണ്ടാമത് ഞാൻ നിങ്ങളുടെ മനസ്സിലേക്ക് തരുന്ന ചിന്ത, സത്ചിന്തകളാൽ നിറഞ്ഞ ഒരു ഹൃദയമാണ് നമുക്ക് ആവശ്യം. നല്ല ചിന്തകളാൽ നിറയപ്പെട്ട ഒരു ഹൃദയം ഓരോ വിദ്യാർത്ഥികൾക്കും ഉണ്ടാകണം. സങ്കീർത്തനം 45 1 തിരുവചനത്തിലൂടെ ദാവീദ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അവിടെ ദാവീദ് രാജാവ് പറയുകയാണ്, എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. നമ്മുടെ ഹൃദയങ്ങളിൽ എന്തൊക്കെ തരത്തിലുള്ള ചിന്തകളാണ് പലപ്പോഴും കടന്നു വരുന്നത്? ദേഷ്യത്തിൻ്റെ ചിന്തകൾ, വെറുപ്പിൻ്റെ ചിന്തകൾ, വൈരാഗ്യത്തിൻ്റെ ചിന്തകൾ, പലതരത്തിലുള്ള ദോഷകരമായ ചിന്തകൾ മനുഷ്യരുടെ മനസ്സിലേക്ക് കടന്നു വരാറുണ്ട്. എന്നാൽ നമ്മുടെ ഹൃദയത്തെ എപ്പോഴും ദോഷകരമായ ചിന്തകളിൽ നിന്ന് അകറ്റി എപ്പോഴും ദൈവോന്മുഖമായ ചിന്തകളിലൂടെ നാം മുന്നോട്ട് നയിക്കണം. അങ്ങനെ ചെയ്താൽ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി രൂപപ്പെട്ടുകൊണ്ടേയിരിക്കും. നമ്മുടെ ഹൃദയത്തിൽ നല്ല ചിന്തകൾ, സത്ചിന്തകൾ നിറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു പോസിറ്റീവ് എനർജി, ഒരു നല്ല ശക്തി രൂപപ്പെട്ടുകൊണ്ടേയിരിക്കും. പോസിറ്റീവ് എനർജി ഒരു മനുഷ്യനുണ്ടാകുമ്പോൾ അത് ജീവിതത്തിലെ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിക്കുവാനുള്ള ഒരു എക്സ്ട്രാ സ്ട്രെങ്ത്, ഒരു അധിക ശക്തി നമുക്ക് തരും. അതുകൊണ്ട് ഈ പുതിയ അധ്യയന വർഷത്തിൽ നാം തീരുമാനമെടുക്കണം, എൻ്റെ ഹൃദയത്തിൽ സത്ചിന്തകളല്ലാതെ ഒന്നും ഞാൻ കൊണ്ടുവരികയില്ല. ഹൃദയത്തെ നല്ല ചിന്തകളാൽ നിറയ്ക്കുമ്പോൾ അവിടെ പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നു. ആ പോസിറ്റീവ് എനർജി അധികം നല്ലത് ചെയ്യുവാൻ, എന്ത് ബുദ്ധിമുട്ട് വന്നാലും അതിനെ അതിജീവിച്ച് പോകുവാനായിട്ടുള്ള ഒരു അധിക ശക്തി നമുക്ക് തരും. മൂന്നാമത്
എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിവിൻ്റെ പ്രവൃത്തികൾ മാത്രം നാം ചെയ്യുക. തിരിച്ചറിവുള്ള പ്രവൃത്തികൾ മാത്രം നാം ചെയ്യുക. നാം ഇന്ന് വായിച്ച പാഠഭാഗമുണ്ടല്ലോ, രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 9-ാം തിരുവചനം. അവിടെ ശലോമോൻ രാജാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് തിരിച്ചറിവുള്ള ഒരു ഹൃദയം തരണമേ, ഗുണവും ദോഷവും വേർതിരിച്ച് മനസ്സിലാക്കുവാനുള്ള ഒരു ഹൃദയം തരണമേ. അങ്ങനെയുള്ള ഒരു പ്രാർത്ഥന ശലോമോൻ പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന ദൈവത്തിന് ഏറെ ഇഷ്ടപ്പെട്ട ഒരു പ്രാർത്ഥനയായി. ആ പ്രാർത്ഥന ദൈവം ഏറെ പ്രസാദിക്കുന്ന ഒരു പ്രാർത്ഥനയായി. ആ ഗുണവും ദോഷവും തിരിച്ചറിയുവാനുള്ള ഹൃദയം ദൈവം ശലോമോന് നൽകി. അതുകൂടാതെ അദ്ദേഹം ചോദിക്കാത്ത ഈ ലോകപരമായ എല്ലാ അനുഗ്രഹങ്ങളും നൽകുകയുണ്ടായി. പ്രിയമുള്ളവരെ, ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞാൽ എന്താണ് നന്മ? എന്താണ് അതുകൊണ്ടുള്ള പ്രയോജനം? നമുക്ക് എപ്പോഴും ജീവിതത്തിൽ വിജയങ്ങൾ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നാം പ്രവർത്തിച്ചാൽ നാം ആരുടെ മുമ്പിലും ലജ്ജിച്ചു പോവുകയില്ല. എല്ലായ്പ്പോഴും അഭിമാനത്തോടുകൂടി ജീവിക്കുവാൻ കഴിയും. കാരണം നാം ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞാണ് ജീവിക്കുന്നത്. അങ്ങനെ ജീവിക്കുമ്പോൾ നമുക്ക് നന്മകളുണ്ടാകും, വിജയങ്ങളുണ്ടാകും. ആരുടെ മുമ്പിലും നാം തലകുനിച്ച് നിന്ദിതരായി നിൽക്കേണ്ടുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. പ്രിയമുള്ള ദൈവത്തിൻ്റെ ജനമേ, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേവലം അറിവ് നേടുന്ന ഒരു പ്രക്രിയയല്ല. കേവലം അറിവ് നേടുന്ന ഒരു പ്രക്രിയ എന്നതിനപ്പുറം മനുഷ്യജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ് വിദ്യാഭ്യാസം. എഡ്യൂക്കേഷൻ ഈസ് നോട്ട് ഓൺലി എ ലേണിംഗ് പ്രോസസ് ബട്ട് ആൾസോ എ ട്രാൻസ്ഫോമിംഗ് പ്രോസസ്. എന്തെങ്കിലുമൊക്കെ അറിവ് സമ്പാദിക്കുന്ന ഒരു പ്രക്രിയ മാത്രമല്ല വിദ്യാഭ്യാസം. നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ് വിദ്യാഭ്യാസം. ഈ പുതിയ അധ്യയന വർഷം നമുക്ക് അപ്രകാരമുള്ള ഒരു ജീവിതത്തിലേക്ക്, പ്രാർത്ഥനയിൽ ആരംഭിച്ച് പ്രാർത്ഥനയിൽ പൂർത്തീകരിക്കപ്പെടുന്ന, ഹൃദയങ്ങൾ സച്ചിന്തകളാൽ നിറയപ്പെടുന്ന, തിരിച്ചറിവിൻ്റെ പ്രവൃത്തികളിലൂടെ ഒരു രൂപാന്തരപ്പെടുന്ന ജീവിതത്തിലേക്ക് പോകുന്ന ഒരു പുതിയ വിദ്യാഭ്യാസ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ദൈവം അതിന് കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും, എല്ലാ അധ്യാപകർക്കും, എല്ലാ രക്ഷകർത്താക്കൾക്കും ഈ പുതിയ വർഷത്തിൻ്റെ സകല നന്മകളും ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഏകചലക് മെമ്മോറിയൽ CSI ഇടവകയുടെ പുതിയ അധ്യയന വർഷ ആരംഭ ആശംസകൾ അറിയിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ നേരിട്ട് പങ്കെടുക്കുവാൻ കഴിയുന്നില്ല എങ്കിലും ചില ആളുകൾ പുതിയ അധ്യയന വർഷത്തിലെ പ്രത്യേക സ്തോത്ര കാഴ്ചകൾ സമർപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ വായിക്കട്ടെ. ഡോക്സ യാഷ്ലിൻ ചർച്ച് ഹൗസ്, സാങ്ടൺ യാഷ്മിൻ ചർച്ച് ഹൗസ്, അഭിനന്ദ് LS ലാൽ ഭവൻ, അനൂപ് LS ലാൽ ഭവൻ, സുജിത SR ലാൽ ഭവൻ, ലാൽകുമാർ J ലാൽ ഭവൻ, ഗ്രേഷ്യസ് TM അയണിനിന്ന, ഗ്രേസൽ TM അയണിനിന്ന, മേരി സെലിൻ KL അയണിനിന്ന, ഫിലിപ്പ് രഞ്ജിത്ത് ഡാനിയൽ പത്തനാവുള, ലിസ ആൻഡ് രഞ്ജിത്ത് പത്തനാവുള, ജീവൻ ജോയ് ജോഷ്വ ഉഷസ്, സ്നേഹ ആൻഡ് വർഗീസ് ഉഷസ്. ഇപ്രകാരം പ്രത്യേക നേർച്ചകൾ നൽകിയിരിക്കുന്ന എല്ലാ പ്രിയമക്കളെയും, അതുപോലെ തന്നെ ഭവനങ്ങളിലായിരിക്കുന്ന മറ്റെല്ലാ പ്രിയമക്കളെയും പ്രാർത്ഥനയുടെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് നമുക്ക് ഈ വിദ്യാരംഭ ദിനത്തിൽ അഥവാ പുതിയ അധ്യയന വർഷത്തിലെ സമാപന പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. ക്രിസ്തീയ ഗീതങ്ങളിൽ 322 ഗീതം അതിനുവേണ്ടി നമുക്ക് ആലപിക്കാം. ഗീതം 322. സാഗര ദേവതാവക നാമമേ
എൻ പ്രമോദമേ. മനസ്സേ വന്നു നീക്കുക ഇരുളാകെ എൻ ഗുരുനാഥനേ. മനസ്സേ വന്നു നീക്കുക ഇരുളാകെ എൻ ഗുരുനാഥനേ. വീട്ടിലും പാഠശാല തന്നിലും യേശുതാൻ അഭ്യസിച്ചപ്പോൾ വാട്ടമറ്റു വളരണം ദേഹം ദേഹി ആത്മനാമയം. വാട്ടമറ്റു വളരണം ദേഹം ദേഹി ആത്മനാമയം. മേരിയന്നു ജീവാമൃതം തിരുപാതെ ചേർന്നു നുകർന്നപ്പോൾ നേരിൽ നിൻമുഖ തേജസ്സേ ഈ ബാലരെ നിറയ്ക്കണമേ. നേരിൽ നിൻമുഖ തേജസ്സേ ഈ ബാലരെ നിറയ്ക്കണമേ. ദൈവഭക്തിയിൽ ഉത്ഭവിക്കുന്നു ജ്ഞാനമെന്നതു സൽമതം. ദൈവമേ അരുളണമേ നിന്നിലുറ്റ ഭക്തിയാനാരദം. ദൈവമേ അരുളണമേ നിന്നിലുറ്റ ഭക്തിയാനാരദം. വിദ്യാരംഭദിനം മുതൽ കാണവറ്റ നിൻ കൃപ നേടി വിദ്യാർത്ഥി ബാലർ ചിത്തശുദ്ധിയിൽ നിന്നെ സേവ ചെയ്തിടണം. വിദ്യാർത്ഥി ബാലർ ചിത്തശുദ്ധിയിൽ നിന്നെ സേവ ചെയ്തിടണം. ജ്ഞാനസാഗര ദേവതാവക നാമമേ എൻ പ്രമോദമേ. മനസ്സേ വന്നു നീക്കുക ഇരുളാകെ എൻ ഗുരുനാഥനേ. മനസ്സേ വന്നു നീക്കുക ഇരുളാകെ എൻ ഗുരുനാഥനേ. പ്രാർത്ഥിക്കാം. സകല ജ്ഞാനത്തിൻ്റെ ഉറവയാകും ദൈവമേ, ഈ അനുഗ്രഹീതമായ പ്രഭാതവേളയിൽ പുതിയ അധ്യയന വർഷത്തിൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥനയോടെ തിരുസവിധത്തിൽ കടന്നു വരുവാൻ അങ്ങ് ഞങ്ങൾ ഒരുക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. ഈ ആരാധന ഓൺലൈൻ മുഖാന്തരത്തിലൂടെ ഭവനങ്ങളിൽ ആയിരുന്നു കൊണ്ട് വീക്ഷിക്കുകയും ഒരുപക്ഷെ പ്രത്യേക സാഹചര്യങ്ങളിൽ ആയിരുന്നു കൊണ്ട് ഹൃദയം കൊണ്ട് ഈ പ്രാർത്ഥനയിൽ ഭാഗമാക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആലയത്തിൽ ഉൾപ്പെട്ടതും ഈ ദേശത്തിൽ ഉൾപ്പെട്ടതും ഞങ്ങൾ അറിവിൽപ്പെട്ടതുമായ എല്ലാ മക്കളെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജ്ഞാനത്തോടും വിവേകത്തോടും തങ്ങളുടെ വിദ്യാഭ്യാസത്തെ മുന്നോട്ട് നയിപ്പാൻ പ്രാർത്ഥനയോടെ ആരംഭിച്ച് പ്രാർത്ഥനയോടുകൂടെ ഓരോ ദിവസവും പൂർത്തീകരിക്കപ്പെട്ട് ധന്യമായ വിദ്യാഭ്യാസങ്ങൾ ചെയ്യുവാൻ അവിടുന്ന് കൃപ കൊടുക്കണമേ. സത്ചിന്തകളാലും തിരിച്ചറിവിൻ്റെ പ്രവൃത്തികളാലും ഉത്തമ വ്യക്തിത്വങ്ങളായി ഓരോ മക്കളും രൂപാന്തരപ്പെടുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. എല്ലാ വിദ്യാർത്ഥികളെയും സ്വർഗം തുറന്ന് സകല നന്മകളും കൃപകളും നൽകി അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, എല്ലാ രക്ഷകർത്താക്കളെയും ഞങ്ങൾ ഓർമ്മിക്കുന്നു. ഞങ്ങളുടെ മക്കളെ മികച്ച വിദ്യാഭ്യാസ രീതിയിൽ വളർത്തുവാനും പരിപാലിപ്പാനുമുള്ള വലിയ കൃപ അവിടുന്ന് കൊടുക്കണമേ. എല്ലാ അധ്യാപകർക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആലയത്തിൽ ഉൾപ്പെട്ടതും ഈ ദേശത്തിൽ ഉൾപ്പെടുന്നതും ഞങ്ങൾ അറിവിൽപ്പെട്ടവരും അല്ലാത്തവരുമായ എല്ലാ അധ്യാപകരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. സമൂഹത്തിൻ്റെ പരിവർത്തന ഉറവിടങ്ങളായി പ്രവർത്തിപ്പാൻ ഓരോ വിദ്യാർത്ഥികളെയും രൂപാന്തരത്തിലേക്ക് കരം പിടിച്ച് നയിക്കുവാൻ നല്ല വ്യക്തിത്വങ്ങളായി അവരെ രൂപപ്പെടുത്തിയെടുക്കുവാൻ ആവശ്യമായിരിക്കുന്ന ഇച്ഛാശക്തിയും ദൈവകൃപയും അവരുടെ മേൽ പകരണമേ. എല്ലാ വിദ്യാർത്ഥികളെയും ഞങ്ങൾ ഒരിക്കൽ കൂടെ ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു. രോഗങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ എല്ലാവരെയും കാൽവരി ക്രൂശിലെ പരിശുദ്ധ രക്തത്താൽ അവിടുന്ന് മുദ്രവെച്ച്
ദൈവകൃപയിൽ അവിടുന്ന് കാക്കണമേ. ദൈവികമായ സംരക്ഷണവും പരിപാലനവും അവിടുന്ന് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, തിരുമേശയിൽ സമർപ്പിതമായിരിക്കുന്ന സ്തോത്ര കാഴ്ചകളുടെ മേൽ അവിടുത്തെ കൃപ പകരണമേ. സമർപ്പിച്ചിരിക്കുന്ന പ്രിയ മക്കളെ അവിടുന്ന് ആശീർവദിക്കണമേ. ഒരുപക്ഷെ ആലയത്തിൽ വന്ന് അത് നിർവഹിക്കുവാൻ കഴിയാതെ ഭവനങ്ങളിലായിരിക്കുന്ന പ്രിയ മക്കളെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അവിടുന്ന് ആശീർവദിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ. കർത്താവേ, അവിടുത്തെ കൃപ എല്ലാവരുടെ മേലും അങ്ങ് സമൃദ്ധിയായി പകരണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് സാങ്കേതികമായ സഹായം നൽകുന്ന പ്രിയ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. നാഥ, ഞങ്ങളുടെ സമൂഹത്തിന്റെ രോഗാതുരമായിരിക്കുന്ന അവസ്ഥയ്ക്ക് എത്രയും വേഗം അവിടുന്ന് ശമനം നൽകണമേ. പരിപൂർണ സൗഖ്യത്തോടുകൂടെ എല്ലാ മക്കൾക്കും സ്കൂളുകൾ കടന്നുപോയി വിദ്യാഭ്യാസം ചെയ്യുവാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അനുഗ്രഹവും ദൈവത്തിന്റെ പരിപാലനവും എല്ലാവരുടെ മേലും സമൃദ്ധിയായി അങ്ങ് പകരണമേ. ഇപ്പോൾ നാഥ, ഞങ്ങളെ തന്നെ തിരുക്കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അവിടുത്തെ സാന്നിധ്യം നൽകി എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നത് കൃപയോടെ കേട്ട് അനുഗ്രഹിക്കണം പ്രിയ പിതാവേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും ഇന്നും എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നുവല്ലോ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും ക്രിസ്തുവിൽ പ്രിയരെ നാം ഏവരോടും വിവിധവും വ്യത്യസ്തവുമായ വിദ്യാഭ്യാസ മേഖലകളിൽ പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും എല്ലാ കുടുംബങ്ങളോടും ഇന്നും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അടിയാരെ യഹോവായേ, മനസ്സലിവുടയ മഹോന്നത പരനേ വന്ദനം നിനക്കാമീൻ. മനസ്സലിവുടയ മഹോന്നത പരനേ വന്ദനം നിനക്കാമീൻ.